ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ഡ്രീംസിൽ പാർട്ട് 2 ആണ് ഈ ഒരു കണ്ടൻറ്റ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെ ഡ്രീംസ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എപ്പോഴൊക്കെയാണ് നമുക്ക് വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ കാര്യം, ഡ്രീംസ് എന്ന് പറയുന്നത് ഡി എഫിൻ്റെ അവേക്കനിങ് സമയത്ത് അല്ലെങ്കിൽ ഡി എമ്മിൻ്റെ ഡ്രീംസ് എങ്ങനെയാണോ വരുന്നത് ദ സെയിം വേ ഡി എമ്മിന്, അതായത് ഡി എമ്മിനും ഡി എഫിൻ്റെ ഡ്രീംസ് വരാറുണ്ട്. അതായത് രണ്ട് കൗണ്ടർ പാർട്സിനും ഡ്രീംസിലൂടെ യൂണിവേഴ്സ് കണക്ട് ചെയ്യിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡി എഫ് അല്ലെങ്കിൽ സ്പിരിച്വൽ ട്വിൻ അല്ലെങ്കിൽ അവേക്കനിങ്ങിലേക്ക് വന്ന് സ്പിരിച്വാലിറ്റിയെ തിരഞ്ഞെടുത്ത് എനർജറ്റിക്കലി വർക്ക് ചെയ്യുന്ന ട്വിന്നിൻ്റെ ഡ്രീംസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇത് മാക്സിമം ഫെമിനൈൻ എനർജിയാണ് ഇതിലേക്ക് വരുന്നത്. കുറച്ച് യൂണീക്കായിട്ടുള്ള ജേർണീസിൽ മസ്കുലൈൻ എനർജിയും ആദ്യം അവേക്കൺ ആവാറുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് ഇവിടെ പറയാൻ തോന്നുന്നത്, അവേക്കനിങ്ങിൽ വരുന്നതിന് മുമ്പ് തന്നെ ഡി എഫിന് പലപ്പോഴും തൻ്റെ ഡി എമ്മിനെ ഡ്രീംസിലൂടെ കാണാൻ പറ്റും, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതായത് മേ ബി ചൈൽഡ്ഹുഡിലാവാം, അല്ലെങ്കിൽ കുറച്ചിങ്ങോട്ട് ഒരു ടീനേജ് ഇയേഴ്സിൽ, ഈവൻ ആ ഒരു ഡി എഫ് അല്ലെങ്കിൽ ഡി എം മാരീഡ് ആണെങ്കിൽ ഈവൻ മാരേജ് കഴിഞ്ഞിട്ട് പോലും പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഡ്രീം ഒരു ഫ്ലാഷ് ആയിട്ടൊക്കെയും നമുക്ക് പെട്ടെന്ന് ഒരു റെക്കഗ്നൈസബിൾ ഡ്രീമായിട്ട് നമ്മുടെ മുമ്പിൽ വരും. പെട്ടെന്ന് നമ്മൾ ഇതാരാണെന്ന് നമ്മൾ സ്വയം ചോദിക്കും, പിന്നെ ആ ഡ്രീമിനെ നമ്മളവിടെ മറന്നു പോവുകയും ചെയ്യും. എഗെയിൻ എപ്പോഴാണ് നമ്മുടെ കൗണ്ടർ പാർട്ടിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്, അപ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡ്രീം ഓർമ്മ വരികയും ചെയ്യും. സോ ബിഫോർ അവേക്കനിങ് നമ്മളുടെ ഡി എമ്മിനെ കാണുന്നതിന് അല്ലെങ്കിൽ ഡി എഫിനെ കാണുന്നതിന് മുമ്പ് തന്നെ പല ഡി എഫ്സിനും അവരുടെ കൗണ്ടർ പാർട്ടിനെ ഡ്രീമിൽ യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കും. അടുത്തതായിട്ട് ഒരു ബബിൾ ഫേസ് കഴിഞ്ഞിട്ട് സെപ്പറേഷൻ ടൈം വരുന്നുണ്ട്. അതായത് ഡി എമ്മിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡി എഫിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞിട്ട് ഒരു സെപ്പറേഷൻ ഫേസ് വരുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന എല്ലാ ഫിയേഴ്സിനെയും ട്രിഗർ ചെയ്യാനായിട്ട് ഡി എം ആ ഒരു ഡ്രീംസിൽ വരാറുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഡി എമ്മിനെ നമുക്ക് മിസ്സാവുമോ, ഇനിയും വിളിക്കത്തില്ലേ, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ പെർമനൻറ്റ് സെപ്പറേഷൻ ആണോ എന്നൊക്കെ ഉള്ള ഒരു ഫിയർ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരവരുടെ ഒരു ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുവോ അല്ലെങ്കിൽ അവരുടെ ജോലിയെ ചൂസ് ചെയ്യുവോ എന്നൊക്കെയുള്ള എന്തൊക്കെ പേടികളാണോ നമ്മളുടെ ഉള്ളിലുള്ളത്, അതൊക്കെയും ആ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഡി എം തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതേ കാര്യം ഡ്രീമിൽ വന്ന് കാണിച്ചു തരികയും നമ്മൾ ട്രിഗർ ആവുകയും ചെയ്യാറുണ്ട്. ഇത് ഹീലിങ്ങിൻ്റെ പ്രോസസ്സിനായിട്ട് യൂണിവേഴ്സിൻ്റെ ഒരു ഡിസൈൻ ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡി എം ആൻഡ് ഡി എഫ് രണ്ട് കൗണ്ടർ പാർട്സിൻ്റെയും കോൺഷ്യസ്നെസ് ഒന്നാണ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളെ എടുത്തു കാണിക്കുക എന്നുള്ള ഒരു റോളാണ് അവിടെ ഡി എം ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇപ്പോൾ പല ജേർണീസിലും, ഇതെല്ലാവരുടെയും ജേർണീസിൽ പ്രാവർത്തികമല്ല, വളരെ റെയറായിട്ടുള്ള പല ജേർണീസിലും സ്പിരിച്വൽ ട്വിൻ ഒരു ഫിസിക്കൽ ബോഡിയിലായിരിക്കും. അതായത് അവർ ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഒരു ബോഡിയിൽ, ഫിസിക്കൽ വേൾഡിൽ അവർ വർക്ക് ചെയ്യും. എന്നാൽ അവരുടെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്ന ആ ഒരു ഹാഫ് എനർജി അല്ലെങ്കിൽ ആ ഒരു പാർട്ട് ഓഫ് ദ സോൾ എന്ന് പറയുന്നത് അതൊരു ബോഡിയിൽ ഇൻകാർണേറ്റ് ചെയ്യപ്പെടാതെ ഒരു ഹയർ റെലാമിൽ ഇരുന്നു കൊണ്ട് എനർജറ്റിക്കലി അവരെ സപ്പോർട്ട് ചെയ്യുക ഒരു ജേർണിയിൽ. അതായത് 3Dയിൽ ആ ഒരു ബോഡിയിൽ നമ്മുടെ കൗണ്ടർ പാർട്ട് ഇല്ല, പക്ഷേ നമുക്ക് ആ എനർജി എപ്പോഴും ഫീൽ ആവാൻ പറ്റും. ദാറ്റ് മീൻസ് അവർ ഇനിയും ജനിച്ചിട്ടില്ല, എന്നാൽ നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലുമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റെയറസ്റ്റ് ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിം ജേർണീസിൽ അവരെപ്പോഴും നമ്മളെ ട്രിഗർ ചെയ്യുന്നത്, അതായത് ഇനീഷ്യൽ അവേക്കനിങ്ങിൽ അവരുടെ കൗണ്ടർ പാർട്സ് അവരുടെ ഫെമിനൈൻ എനർജീനെ ട്രിഗർ ചെയ്യുന്നത് ഡ്രീംസിലൂടെ തന്നെയായിരിക്കും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഡ്രീംസിലൂടെ ആയിരിക്കും. അടുത്ത പോയിന്റ് പറയാൻ ഉള്ളത്, ഇതും വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു ട്വിൻ ഫ്ലെയിം ജേർണീസിൽ സംഭവിക്കുന്നതാണ്. ആസ് പെർ ദ സോൾ എഗ്രിമെൻ്റ് ആണ് ഇതിനു മുമ്പ് പറഞ്ഞ പോയിന്റും. അതായത് ഡി എം ഒരു ബോഡിയിൽ ജനിച്ചിട്ടില്ല എങ്കിലും ഈ പറയാൻ പോകുന്ന പോയിന്റും
ട്ടുള്ളത്. അതായത് സോൾ എഗ്രിമെൻറ്റിൻ്റെ അനുസരിച്ച് DM ഒരു പെർട്ടിക്കുലർ സമയം കഴിഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ജേർണി കണ്ടിന്യൂ ചെയ്യാതെ നിവൃത്തിയില്ല. കാരണം ആ ഒരു സോൾ എഗ്രിമെൻറ്റിൻ്റെ അനുസരിച്ചാണ് അവിടെ ആ ഒരു ഡെത്ത് പോലും നടക്കുന്നത്. വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള ജേർണീസാണ് ഇത്. അപ്പം ഇങ്ങനെ പെട്ടെന്ന്, അതായത് അവിടെയും നമ്മളുടെ ഒരു മസ്കുലൈൻ എനർജി എന്ന് പറയുന്നത്, അതർ ഹാഫ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബോഡിയിലില്ല. അവിടെയും ഡ്രീംസിലൂടെയാണ് അവരുടെ കൗണ്ടർ പാർട്ടുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ DM നടത്തുന്നത്. അടുത്തതായിട്ട് DMൻ്റെ അവേക്കനിങ് സമയത്ത് അത് ഒരു സെപ്പറേഷൻ പീരീഡ് തന്നെ ആയിരിക്കും മാക്സിമം ഒരു ജേർണീസിലും. അപ്പോൾ ഈ ഒരു സമയത്ത് DFന് അവരുടെ ഡ്രീംസിലൂടെ DMൻ്റെ ഹയർ സെൽഫ് അവരുടെ അവേക്കനിങ്ങിനെ കുറിച്ചൊക്കെയും ഒരു വിസ്ഡം തരാറുണ്ട്. അതായത് അവർ അവേക്കനിങ്ങിനാണെന്ന് ഏതെങ്കിലും ഇമേജസ് ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ പെയിൻഫുള്ളായിട്ടാണ് DMൻ്റെ ലൈഫ് നടക്കുന്നതെന്നോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് 3D ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ പോലും, ഒരു ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ പോലും ഡ്രീംസിലൂടെ യൂണിവേഴ്സ് DFലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ ട്യൂണിലേക്ക് എത്തിച്ചു തരാറുണ്ട്. അടുത്തതായിട്ട് ഒരു പോയിന്റ് പറഞ്ഞു തരാനുള്ളത്, DMൻ്റെ ത്രോട്ട് ചക്ര, മസ്കുലൈൻ എനർജിയുടെ ത്രോട്ട് ചക്ര ഈ ഒരു ജേർണിയിൽ ഏകദേശം അവർ ടോട്ടലി അവേക്കൺ ആവുന്നോടം വരെയും ബ്ലോക്ക്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ബ്ലോക്ക്ഡ് ത്രോട്ട് ചക്ര കൊണ്ടാണ് അവർക്ക് ആക്ച്വലി 3Dയിൽ പല കാര്യങ്ങളും തൻ്റെ DFനോട് ഷെയർ ചെയ്യാൻ പറ്റാത്തത്. എഗെയിൻ അത് ട്വിൻ ഫ്ലെയിം ജേർണിയുടെ ഒരു ഡിസൈനിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്, യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാൻ തന്നെയാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ പലപ്പോഴും DMനെ ട്രിഗർ ചെയ്യുമ്പോൾ, അതായത് DMൻ്റെ അവേക്കനിങ് വരുമ്പം DF പലപ്പോഴും DMനെ അറിയാതെ അവരുടെ ലൈറ്റിലൂടെ ട്രിഗർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളപ്പോഴൊക്കെയും DM തൻ്റെ ആ ഒരു ഇന്നർ വോയിസ്, തൻ്റെ ആ ഒരു റിയൽ തിങ് അല്ലെങ്കിൽ തൻ്റെ ഇമോഷൻസിനെ ഡ്രീമിലൂടെ തൻ്റെ DFനേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് ടോട്ടലി ഡിറ്റാച്ചായി നിൽക്കുന്ന ഒരു ഫേസ് ഈ ജേർണിയിൽ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അതായത് പെട്ടെന്ന് ആ ഒരു കണക്ഷൻ ലോസ് ആയതുപോലെ, നമുക്ക് ടെലിപ്പത്തിക്കലി കണക്റ്റഡ് അല്ലാത്തതുപോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ജേർണിയിലാണോ, എനിക്ക് ഒരു കാര്യവും എനിക്ക് ഫീൽ ആവാൻ പറ്റുന്നില്ല, എൻ്റെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജി ഫീൽ ആവാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു ഫേസ് ഈ ജേർണിയിൽ പലപ്പോഴും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരാറുണ്ട്. അപ്പോഴൊക്കെയും DM ഡ്രീംസിലൂടെ വന്ന് നമ്മളിലേക്ക് പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരാറുണ്ട്. അടുത്തതായിട്ട് ഒരു യൂണിയന് മുമ്പായിട്ട് DMൻ്റെ ഡ്രീംസ് നമുക്ക് കോൺസ്റ്റൻ്റ്ലി വരാറുണ്ട്. അതായത് ആ സമയത്ത് നമുക്ക് വരുന്ന ഡ്രീംസ് എങ്ങനെയായിരിക്കും, പെട്ടെന്ന് DM നമ്മളുടെ അടുത്ത് വന്നുവെന്നോ, അല്ലെങ്കിൽ ഒരു കോള് വന്നുവെന്നോ, അല്ലെങ്കിൽ നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ വാതിൽ മുട്ടിയെന്നോ, അല്ലെങ്കിൽ എന്തൊക്കെയോ പാക്ക് ചെയ്ത് DM ഒരു യാത്രയിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്നു, ഇങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ഡ്രീംസ് നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഒരു യൂണിയന് വേണ്ടി DM ആഗ്രഹിക്കുന്നു. 3Dയിൽ യൂണിയനെ ഗ്രൗണ്ട് ചെയ്യാൻ ആക്ച്വലി DM ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള പ്ലാനിങ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് മാട്രിക്സ് ട്വിന്ന്, അല്ലെങ്കിൽ രണ്ടാമത് അവേക്കൺ ആവുന്ന ട്വിന്ന്, അല്ലെങ്കിൽ DF വളരെ കുറച്ച് ജേർണീസിൽ DFൽ രണ്ടാമത് അവേക്കൺ ആവാറുണ്ട്, അല്ലെങ്കിൽ DM. ഇവർക്ക് വരുന്ന ഡ്രീംസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ കാര്യം, ത്രൂ ഔട്ട് ദ ജേർണി ഈ ഒരു മാട്രിക്സ് എന്ന് പറയുന്നത് കാർമിക്സിൻ്റെ കൂടെ ആയിരിക്കും. അതായത് ഇവരുടെ മെയിനായിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് കാർമിക്സിൽ നിന്നുകൊണ്ട് കാർമിക് ലെസൺസ് പഠിച്ചുകൊണ്ട് കാർമിക് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തുകൊണ്ട് വരിക. സെയിം സോളിൻ്റെ തന്നെ കാർമിക് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുക. അതായത് സ്പിരിച്വൽ ട്വിൻ എന്ന് പറയുന്നത് ലൈറ്റിൽ നിന്നുകൊണ്ട് അവരുടെ സോളിൻ്റെ ഡാർക്ക്നെസ്സിനെ ക്ലെൻസ് ചെയ്യുമ്പോൾ, മാട്രിക്സ് ട്വിൻ എന്ന് പറയുന്നത് ഡാർക്ക്നെസ്സിൽ നിന്നുകൊണ്ട് ആ ഡാർക്ക്നെസ്സിനെ നേരിട്ടുകൊണ്ട് ആ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഇമോഷൻസിനെ ഫേസ് ചെയ്യാൻ പേടിയായിരിക്കും മാട്രിക്സ് ട്വിന്. ആക്ച്വലി അവർ ഒരു റണ്ണർ
ആയിരിക്കും ഈ ജേർണിയിൽ. റണ്ണർ എന്ന് പറയുമ്പോൾ അവരവരുടെ കൗണ്ടർ പാർട്ടിൽ നിന്നല്ല ആക്ച്വലി റൺ ചെയ്യുന്നത്. അവർ റൺ ചെയ്യുന്നത് അവരുടെ ഇമോഷൻസിൽ നിന്നാണ്. ഇമോഷൻസിനെ ഫീൽ ആവാനുള്ള ഒരു പേടി കൊണ്ടായിരിക്കും. കാരണം അവിടെ പലപ്പോഴും ഒരു ലോജിക്കൽ മൈൻഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഇമോഷൻസ് ഫീൽ ആവുന്നത് തെറ്റാണെന്നുള്ള ഒരു കണ്ടീഷനിങ്ങിൽ തന്നെയായിരിക്കും ഈ മാട്രിക്സിൽ അല്ലെങ്കിൽ കാർമിക്സിൻ്റെ കൂടെ കർമ്മ ക്ലിയർ ചെയ്തുകൊണ്ട് വരുന്ന ട്വിന്നിൻ്റെ ഒരു കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവർക്ക് ആദ്യത്തെ സെപ്പറേഷൻ തൊട്ട് തന്നെ യൂണിവേഴ്സ് അവരുടെ കൗണ്ടർ പാർട്ടിനെ, അതായത് DFനെ ആയിരിക്കാം സ്പിരിച്വൽ ട്വിന്നിനെ എല്ലായ്പ്പോഴും ഡ്രീമിലൂടെ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ആൻഡ് എല്ലായ്പ്പോഴും ഈ ഡ്രീംസിലൂടെയാണ് അവർ പീസ് അനുഭവിക്കുന്നത്. അതായത് റണ്ണർ ട്വിന്ന് എപ്പോഴും ഒരു പീസിൻ്റെ എനർജിയിൽ വരുന്നത് ഈ ഒരു ഡ്രീം കാണുമ്പോഴാണ്. ആൻഡ് ഇടയ്ക്കൊക്കെയും ഈ ഡ്രീമിനെ കാണാതിരിക്കുമ്പോൾ അവർക്ക് അത്രയും ഒരു ആൻസൈറ്റി ഇഷ്യൂസും വരാറുണ്ട്. കാരണം റിയാലിറ്റിയിൽ അവർക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇനിഷ്യൽ ഡേയ്സിൽ അവർ വിചാരിക്കും. അറ്റ് ദ സെയിം ടൈം ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഡിസയറിനെ, ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന് പറയാം, ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിനെ അവർ ഫീൽ ആവുന്നത് തൻ്റെ കൗണ്ടർ പാർട്ടിൻ്റെ ഡ്രീംസിലൂടെ തന്നെയാണ്. ഇതല്ലാതെ DF ഒരു അവേക്കനിങ് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ വളരെ പെയിൻഫുള്ളായിട്ടുള്ള പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇതൊക്കെയും DMന് യൂണിവേഴ്സായിട്ട് ഡ്രീംസിലൂടെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഇതല്ലാതെ അടുത്ത പോയിന്റ് പറയുമ്പോൾ DF ഏകദേശം ഹീലായി തൻ്റെ ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴും അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു സോളിൻ്റെ ആ ഒരു ലൈറ്റിനെ സെയിം ടൈം യൂണിവേഴ്സ് DMന് കാണിച്ചു കൊടുക്കാറുണ്ട്. അതായത് ഡ്രീംസിലൂടെയാണ് ഇതൊക്കെയും കണക്ഷൻസ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈറ്റിനെ കാണുമ്പോൾ, ആ ഒരു പവറിനെ കാണുമ്പം ശരിക്കും ഒരു ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ നിന്നും ഒരു ലോവർ എനർജീസിൽ നിന്നും ഒരു ഹയർ എനർജീസിലേക്ക് എങ്ങനെ തൻ്റെ കൗണ്ടർ പാർട്ട് വന്നു എന്നുള്ള ഒരു പേടി, ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് ശരിക്കും അവരുടെ ട്രിഗർ പോയിൻ്റ്, അവരുടെ അവേക്കനിങ്ങിൻ്റെ ട്രിഗർ പോയിൻ്റ് കിടക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അവർ കാർമിക്കിനെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗിൽട്ടും കൂടെ കൂടുമ്പോഴാണ് അവരുടെ അവേക്കനിങ് പ്രോസസ്സിലേക്ക് അവർ വരുന്നത്. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോൾ പിന്നെ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഡ്രീംസിൽ, ആ ഒരു ഇൻഡ്യൂഷനിൽ കുറച്ചൊക്കെ DMs വിശ്വാസം വെക്കാൻ തുടങ്ങും. അതായത് ആ ലോജിക്കൽ മൈൻഡിനെ ഒന്ന് മാറ്റിയിട്ട് അവരുടെ ഉള്ളിലെ ഇന്നർ ഫെമിനൈനിലേക്ക് അവർ കണക്റ്റ് ആവാൻ തുടങ്ങുന്നത് ഈ ഒരു പോയിന്റ് തൊട്ടാണ്. ഇവിടം തൊട്ടങ്ങോട്ട് ഡ്രീംസിലൂടെ പലപ്പോഴും DMsന് DFനെ കണക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് യൂണിവേഴ്സായിട്ട് ഇവിടെ കൊടുക്കാറുണ്ട്. അറ്റ് ദ സെയിം ടൈം അത് ട്രിഗർ പോയിൻ്റ് ആണ് അഗെയിൻ DMsന്. ആൻഡ് പലപ്പോഴും അതൊരു പീസിൻ്റെ എനർജിയും അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ത്രൂ ഔട്ട് ദ ജേർണി രണ്ട് കൗണ്ടർ പാർട്സിനും ഡ്രീംസ് ത്രൂ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഇഷ്യൂസിനെ യൂണിവേഴ്സായിട്ട് ഡ്രീംസിലൂടെ കൗണ്ടർ പാർട്സിലൂടെ ട്രിഗർ ചെയ്ത് ഹീൽ ചെയ്യാനും ആ ഒരു ജേർണിയുടെ ഒരു ഔട്ട്കം എനർജറ്റിക്കലി അപ്പം കൗണ്ടർ പാർട്സിലേക്ക് എത്തിക്കാനും യൂണിവേഴ്സ് എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. ഓൺലി തിങ് DF ഇവിടെ ആ ഡ്രീംസിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ സറണ്ടർ ചെയ്ത് മുമ്പോട്ട് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സ് അതിൻ്റെ മീനിങ്ങും 3Dയിൽ അവർക്ക് കൊണ്ടു കൊടുക്കാറുണ്ട്. എന്നാൽ DM വളരെ ലോജിക്കലായിട്ട് ആലോചിക്കുന്നത് കൊണ്ട് തന്നെ, മസ്കുലൈൻ എനർജി കൂടുതലായതുകൊണ്ട് തന്നെ അവേക്കനിങ്ങിൻ്റെ ഒരു ട്രിഗർ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഫേസ് കഴിഞ്ഞിട്ട് മാത്രമാണ് ഈ ഡ്രീംസിൽ വിശ്വാസം വെക്കുന്നതെന്ന് മാത്രം. ഇത് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറഞ്ഞു തരാനുള്ളത്. ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.